ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് മീ കിരൺ. സോ നമ്മ ഇപ്പൊ ഇന്നുള്ളത് സ്മോക്ക് കൾച്ചർ ബൈ സ്റ്റീവ് എന്നുള്ള ഒരു അടിപൊളി ഫുഡ് സ്പോട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് അടിപൊളി ബ്രിസ്ക്കറ്റ്, പുൾ പോർക്ക്, പുൾ ബീഫ്, ഹോട്ട് വിങ്സ്, അങ്ങനത്തെ കുറെ വെറൈറ്റി സാധനങ്ങളൊക്കെ കഴിക്കാൻ നമുക്ക് ഇവിടെ സാധിക്കും. സോ നമുക്ക് വീട്ടിലേക്ക് പോകാം. സോ നമ്മൾ ഇത് കാണുന്നത് അടിപൊളി ഡ്രിങ്ക്സ് ആണ് വരുന്നത്. അതിന്റെ ഇമ്പോർട്ടഡ് ഡ്രിങ്ക്സ് ആണ്. പിന്നെ ആംബിയൻസ് വൈസ് സൂപ്പർ ആയിട്ട് വരുന്നുണ്ട്. ആക്ച്വലി എന്താ ഞാനിപ്പോ എന്റെ ഒരു ഇതായിട്ട് തന്നെ പറയാം, ഞാനൊരു വീട്ടില് ഒരു പാർട്ടി നടത്തുകയാണെന്നുള്ള ഒരു ഫീലാണ് കേട്ടോ. ഈ ഒരു റെസ്റ്റോറന്റ് ഫീലൊന്നും എനിക്ക് കിട്ടിയില്ല. ബട്ട് ഒരു അങ്ങനത്തെ ഒരു നല്ലൊരു ആംബിയൻസ് ആണ്. അതെ, ആ ഒരു ഗാർഡൻ ഏരിയയില് നല്ല ആംബിയൻസ്, ഫുൾ ചുറ്റിന് ഗാർഡൻ ആയിട്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിലൊക്കെ ആയിട്ടുള്ള അടിച്ചു പൊളിക്കണ ഒരു സ്ഥലം, ഒരു ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം, കുറെ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാം. അതിന്റെ ഗാർഡൻ ഏരിയ ഒക്കെ നല്ല രീതിയിലാണ് അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണത്. അതിൻ്റെ അടുത്ത് കുറെ സ്മോക്കിന്റെ മെഷീൻസ് വരെ വെച്ചിട്ടുണ്ട്. നല്ല ഗാർഡൻ ഏരിയ ആണ്. അവിടെ കുറെ പേർക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പൊ ഒരു പാർട്ടി നടത്താൻ വരെ ഒരു നല്ലൊരു സ്ഥലവും കൂടെ ആണ് ഇത് വരുന്നത്. ഞങ്ങൾ കുറച്ചുകൂടെ അകത്തോട്ടിരുന്നു, പുറത്തോട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് ആൾക്കാർ കുറെ പേര് ഉണ്ടായിരുന്നു വന്നപ്പോ തന്നെ. നല്ല തിരക്കായിരുന്നു എന്ന് പറയാം. അതെ, ഡോഗ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു പെറ്റ് ഫ്രണ്ട്ലി കൂടെയാണ് ഈ റെസ്റ്റോറന്റ് വന്നിട്ട്. ഈ മെഷീനാണ് ആക്ച്വലി അവര് ബ്രിസ്ക്കറ്റും പുൾ പോർക്കും എല്ലാ സാധനവും സ്മോക്ക് ചെയ്തെടുക്കുന്നത്. ഇത് 14 മണിക്കൂർ 15 മണിക്കൂർ അങ്ങനെ നല്ല ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്യണ ഒരു സാധനമാണ് കേട്ടോ. ഞങ്ങള് ഓർഡർ ചെയ്ത് ബ്രിസ്ക്കറ്റും എന്താണ് ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ മാക് ചീസ്, ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പക്ഷെ ഞങ്ങൾ കുറച്ചുള്ളെന്ന് ഓർത്താണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പക്ഷെ ഹെവി ആയിപ്പോയി ഞങ്ങക്ക്. മാക് ചീസ് കഴിച്ച മക്രോണി കഴിച്ചപ്പോ തന്നെ എന്റെ പകുതി ബോധം പോയി. നിറച്ച് ചീസൊക്കെ ആയിട്ട് നല്ല വായിന്ന് വെള്ളം രക്ഷയില്ലോ കഴിക്കാനായിട്ട്. സൂപ്പർ ടേസ്റ്റ് എന്ന് പറയാം, ഭയങ്കര എമ്മിയാണത്. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ഒരു ചീസി ആയിരുന്നു. ചീസ് തന്നെയാണ്, നല്ല ചീസി ആയിരുന്നു. അത് നല്ല ചീസ്, നല്ല ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് ചീസ്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് അവര് പ്രിപ്പയർ ചെയ്തേക്കണ എനിക്ക് അറിയില്ല അവരെങ്ങനെയാണെന്ന് ചെയ്തേക്കണെന്ന്. ബട്ട് എന്റെ ഒരു ടേസ്റ്റ് ഫ്ലേവറിൽ നോക്കിയപ്പോ ബ്രിസ്ക്കറ്റിന്റെ ആ ഒരു ബട്ട് എനിക്ക് അതിന്റെ ഓയിൽ ഫീല് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ഫ്ലേവർ ഓൾറെഡി ആ ഓയിൽ ഇത് പോരുന്നില്ലേ, അപ്പൊ ഫ്രഞ്ച് ഫ്രൈസിലേക്ക് വന്ന് പിടിച്ചതായിരിക്കും. ആ ഫ്ലേവർ കിട്ടിയോണ്ട് കുറച്ചും കൂടെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. സാധാരണ ഫ്രഞ്ച് പിന്നെ അവരുടെ ആ സലാഡ് അടുത്തൊക്കെ ഇടും. എന്റെ പൊന്നു രണ്ടാമത് ചോദിച്ചു മേടിച്ചിരിക്കുന്നു. അതെ അതെ, നല്ല ഇതായിരുന്നു. അതും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസും അതെല്ലാം കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ബിസ്ക്കറ്റ് അത് പിന്നെ ഇത്ര ഗ്രാം ആണല്ലോ നമുക്ക് അങ്ങനെ കണ്ടല്ലോ. ഇത് ഹാഫ് പൗണ്ട് ആണ്, 250 ഗ്രാം. എന്നാ സോഫ്റ്റ് ആയിരുന്നു അറിയോ ആ ബീഫ് വരുന്നത്. അത് ശരിയാട്ടോ, ഞാൻ കഴിക്കാത്ത, ഞാൻ ഫസ്റ്റ് ടൈം കഴിച്ചു. ഇതേപോലത്തെ വേറൊരു സംഭവം നമ്മുടെ പാലാരോട്ടത്തുണ്ട്, ബട്ട് ഞാൻ അവിടുന്ന് കഴിച്ചില്ല. അവിടുത്തെ ഇവിടുത്തെ കൂടെ കുറെ വ്യത്യാസമുണ്ട്. ഇത് നല്ല എന്താ പറയാ, നല്ല സോഫ്റ്റ്, നല്ലൊരു വെന്തിരിക്കും. അതായത് ആ ഫ്ലഷ് ഒന്നും കാണത്തില്ല, അത്ര നല്ല നമ്മൾ വെൽ കുക്ക്ഡ്. ഇതാണ് അവർ പ്രിപ്പയർ ചെയ്ത് എടുത്ത് കാണിക്കുന്നത് കേട്ടോ. ആക്ച്വലി എനിക്ക് ഒരു ഭാഗ്യം കിട്ടി അവര് സാധനം എടുക്കണ ചില സമയത്ത് അത് തുറക്കാൻ ടൈം എടുക്കും. അതെ, അപ്പൊ ഞാൻ കറക്റ്റ് ടൈമിൽ തന്നെയാണ് ചെന്നത്. അത് കാരണം അവരെങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. പിന്നെ ഇത് ഒരു കുറച്ചും കൂടെ സന്ധ്യ ആയി കഴിഞ്ഞപ്പോ എടുത്ത ഒരു ആംബിയൻസ് ആണ്. അപ്പൊ കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഒരു വലിയ ഫാനൊക്കെ ഉണ്ടോ, അതാണ് ഇതിന് ചുറ്റിനും വെച്ചിരിക്കുന്നത്, അതാണ് വലിയ ഹൈലൈറ്റ് കൊടുത്തത്. അതെ, കണ്ടോ നല്ല ലൈറ്റ് ഒക്കെ വെച്ച് ഒരു നൈറ്റ് ഫീൽ നടത്താൻ പറ്റിയ ഒരു നല്ലതുണ്ട്. നല്ല പാർട്ടി നടത്താൻ നല്ല കിഡ് സാധനം. കുറച്ചുകൂടെ പകലായിരുന്നെങ്കിൽ നമുക്ക് അവിടെ ഗെയിമും കളിക്കായിരുന്നു. ഇവിടെ ഗെയിം കളിക്കാനുള്ള ഒരു ഇതുണ്ട്, എന്താണ് ആരോ ആൻഡ് ബോ, അത് കളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ലൊരു ഇതാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാർ നല്ല സർവീസാണ് നമുക്ക് തരുന്നത്. നല്ല സർവീസ്, നല്ല എപ്പോ വിളിച്ചാലും ഓടി വന്ന് നല്ല പ്രസന്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. നല്ലൊരു ഇതായിരുന്നു കേട്ടോ. ഇവിടെ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, നമുക്ക് അതൊന്നും താങ്ങാനുള്ളതില്ല. ഇത് തന്നെ നമ്മൾ കഷ്ടിച്ചാണ്. കോസ്റ്റ് കുറച്ച് കൂടുതലാണ്, ബട്ട് കോസ്റ്റ് ഒക്കെ അല്ല ഞാനിവിടെ വന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക്
പറയാൻ പറ്റത്തില്ല. പിന്നെ ഇത് കഴിക്കാത്ത ആൾക്കാർ ഫുള്ളും കഴിച്ചു പോകട്ടോ. സത്യം. പിന്നെ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഗോട്ടുണ്ട്, പുൾഡ് ബീഫ് ഉണ്ട്, ബ്രിസ്ക്കറ്റ് ഉണ്ട്, പോർക്ക് റിബ്സ് ഉണ്ട്, പോർക്ക് ബെല്ലി ഉണ്ട്, പുൾഡ് പോർക്ക് ഉണ്ട്, അങ്ങനെ പല സാധനങ്ങളുണ്ടായിട്ട് റേറ്റ് വിട്ടിട്ടുണ്ട്. ഇവിടെ എനിക്ക് ആകെ തോന്നിയൊരു ചെറിയൊരു തോന്നുന്നു ചിക്കൻ. ഇപ്പൊ എന്നെ പോലുള്ളവരൊക്കെ ചിക്കൻ മാത്രം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ പെട്ട് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അവിടെ വിങ്സ് മാത്രമല്ല എന്ന് വെച്ചാൽ ഞാൻ എരിയും കഴിക്കില്ല. സോ നമ്മളിവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ആക്ച്വലി ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. മരോട്ടിച്ചോട് എന്നുള്ള ഒരു സ്ഥലത്താണ് ആക്ച്വലി വരുന്നത്. അല്ലെ, എനിക്ക് കോംപ്ലിക്കേഷൻ ആണ് പറയാനായിട്ട്. സോ ഗൂഗിൾ ചേച്ചി പറഞ്ഞു. അതെ, അപ്പൊ ഗൂഗിളിൽ നോക്കിയിട്ട് ലൊക്കേഷനിൽ വരുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഫുഡ് അടിപൊളി ഫുഡാണ് കേട്ടോ. കാരണം നമ്മൾ കഴിച്ചിട്ടുണ്ട്, ബ്രിസ്ക്കറ്റ് ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്. ബട്ട് ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. കഴിക്കാത്ത ആള് വരെ കഴിച്ചു. ഞാൻ കഴിക്കത്തില്ല സാധാരണ, പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. എനിക്ക് കുറച്ച് അലർജിയുള്ള കൂട്ടത്തിലാണ്, പക്ഷെ ഞാൻ കഴിച്ചിട്ടോ ഭയങ്കര ടേസ്റ്റി. എനിക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റിയില്ല. അത്ര നല്ല സോഫ്റ്റും എല്ലാം അടിപൊളിയും, ഒരു രക്ഷയില്ല. ഇത് സ്ലോ കുക്ക്ഡ് ആണ്. 14 hours. ഒരു 13 to 14 hours ആണ് ബ്രിസ്ക്കറ്റിന്റെ കുക്കിംഗ് ടൈം വരുന്നത്. പിന്നെ പുൾഡ് പോർക്ക് അതിനൊക്കെ സെപ്പറേറ്റ് ടൈമിംഗ് ആണ് ഇവിടെ വരുന്നത്, കുക്കിംഗ് ടൈം. മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത് പോർക്കും ബീഫും ആണ്. ആകെ ചിക്കൻ്റെ ഇതില് ഗോട്ടുണ്ട്. സ്ഥലങ്ങളോട് നോക്കുന്നത് ആകെ ചിക്കനില് ഹോട്ടിങ്സേ ഉണ്ടായിരുന്നുള്ളൂ. സോ ആക്ച്വലി പിന്നെ വേറെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പല രീതിയിലുള്ള കുക്ക്ഡ് എന്നുള്ള ഇതില്ല. എന്ന് വെച്ചാൽ വെൽ കുക്ക്, മൈൽഡ് കുക്ക് അങ്ങനെയൊന്നുമില്ല. സിംഗിൾ ഇത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല അടിപൊളി വെൽ കുക്ക്ഡ് ആയിട്ടാണ് നമുക്ക് ഫുഡ് വരുന്നത്. അപ്പോ ആർക്കായാലും കഴിക്കാൻ വേണ്ടി സാധിക്കും. കാരണം അത് ഓയിലിയോ അല്ല, അതിന് നാച്ചുറൽ ഓയിൽ അല്ലാണ്ട് ഇതാണ്. അത് തന്നെ നല്ല ഗ്രില്ലിങ് സ്മോക്ക്. അത് തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്, മെഷീൻ കാണിച്ചിട്ടുണ്ട് സ്മോക്കിങ് ചെയ്യണം. അതിലാണ് ഇവര് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ വേറെന്താ പറയാനുള്ളത്, ഹെവി ആയിരുന്നു ഫുഡ് കേട്ടോ, ഒരു രക്ഷയില്ല. നമുക്ക് അറിഞ്ഞൂടായിരുന്നു എങ്ങനെയാണ് ഇതിന്റെ ക്വാണ്ടിറ്റി എന്നൊക്കെ അറിയത്തില്ലായിരുന്നു. ഹാഫ് പൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 250 gram ആണ്. പക്ഷെ അത് ഞങ്ങൾക്ക് രണ്ടിനും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് മതിയായി, വയറ് ഫുള്ളായി പോയി. കിന്നിന് കഴിച്ചിട്ടും അത് ഹെവി ആയിരുന്നു. പിന്നെ എക്സ്ട്രാ ഭാഗ്യത്തിന് ബ്രെഡ് പറഞ്ഞില്ല, അറിയാണ്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസും പറഞ്ഞു. പിന്നെ ഒരു ചീസ് എന്ന് പറഞ്ഞത് അത് ആക്ച്വലി ഒന്നുമില്ല, മക്രോണി ആണ്, മക്രോണി പാസ്തയാണ്. അപ്പോ അത് കിടുവായിരുന്നു, ഒരു രക്ഷയില്ല. ചീസ് ഫിൽഡും അതിന്റെ പുറത്തൊക്കെ ചീസ് നല്ല സോസി ആയിട്ടുള്ള ചീസാണ്. സോസി അകത്തും ഫുൾ ടോപ്പും ചെയ്തിട്ടായിരുന്നു ചീസൊക്കെ വരുന്നത്. ഇതെല്ലാം കൂടെ കഴിക്കണമെങ്കിൽ നമുക്ക് സാധിക്കില്ല. അപ്പൊ അത് നോക്കിയിട്ട് വേണം, ആളുണ്ടെങ്കിൽ അല്ല കഴിക്കുന്നവർക്കാണെങ്കിൽ വാങ്ങിച്ചാൽ മതി കഴിക്കാനായിട്ട്. എല്ലാം കൂടെ ആക്രാന്തം ഇപ്പൊ ഞങ്ങൾ ചെയ്ത പോലെ എല്ലാം കൂടെ ആക്രാന്തം പിടിച്ച് വാങ്ങിച്ച പോലെ ഒരിക്കലും ചെയ്യരുതെന്ന് എനിക്ക് പറയാൻ പറ്റിപ്പോയത്. പിന്നെ കോസ്റ്റ് നോക്കണമെങ്കിൽ ഭയങ്കര കോസ്റ്റ് ആണ്. പക്ഷെ ആ കോസ്റ്റിനുള്ള നല്ല ഉണ്ട്. കാരണം വേറൊന്നുമല്ല, ഇത് വേറെ സ്ഥലത്ത് നമുക്ക് അങ്ങനെ കിട്ടില്ല. ഉണ്ട് നമുക്ക് ഇതിന് കോമ്പറ്റേറ്റീവ് ആയിട്ട് ഇറച്ചി അങ്ങനത്തെ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ട്. ബട്ട് എനിക്ക് ഇവിടെ കുറച്ചും കൂടെ നല്ലൊരു ഫീലാണ് കിട്ടിയത്. നമുക്ക് സ്പേഷ്യസ് ആണ്, കാർ പാർക്കിംഗ് വരുന്നുണ്ട് നല്ലോണം. അപ്പോൾ അതിനും നമുക്കൊരു പ്രശ്നമില്ല, കോംപ്രമൈസും ഇല്ല. അപ്പോൾ ഓവറോൾ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പറയാനുണ്ട്? പിന്നെ എനിക്കൊന്ന് ഗെയിമൊക്കെ ചെറുതായിട്ട് കളിക്കാൻ ഗെയിംസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ വരുമ്പോൾ ഗെയിം ഉണ്ടായിരുന്നു. ഇപ്പൊ രാത്രി സ്റ്റോപ്പ് ചെയ്ത്. ഇത് ആക്ച്വലി എല്ലാ ദിവസവും ഇവര് ഓപ്പൺ ആണ്. സൺഡേസ് ആൻഡ് സാറ്റർഡേസ് ആണെന്ന് 4 o'clock ഏർലി സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ 5 to 10:20 ആണ് ലാസ്റ്റ് ബുക്കിംഗ് ടൈം. അത് കഴിഞ്ഞ് 10:20 എന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് 10:30 വരെ ഉള്ളെന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ വരണമെങ്കിൽ അതിന് നേരത്തെ വരാൻ ശ്രമിക്കാം. സോ നല്ല തിരക്കും ഉണ്ട്. ഇപ്പൊ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് സീറ്റ്സ് ഒക്കെ ഫുള്ളായി. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു, ഇതൊരു ഡോഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് കൂടെ ആണ് കേട്ടോ. നമുക്ക് നമ്മുടെ പെറ്റ്സിനെയും കൊണ്ടുവരാം. സോ എറണാകുളത്തിൽ ഞങ്ങൾ കണ്ടതിൽ തേർഡ് വൺ ആണ് റെസ്റ്റോറന്റ്. നമുക്ക് പെറ്റ്സിനെ കൊണ്ടുവരാവുന്നത്. തേർഡ് അല്ല, 4th one ആണ് ആക്ച്വലി. നമുക്ക് ഫോർത്ത് വഞ്ചിൽ ബോബോ ഉണ്ടല്ലോ. ഓ റൈറ്റ്, ബോബോയും ഉണ്ട്. അപ്പൊ 4th one. അതെ, അപ്പോ നമുക്ക് അടുത്ത പ്രാവശ്യം ചെറുമിക്കുട്ടനെ കൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നതായിരിക്കും. ഓക്കെ. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you in next video. Bye.